കളമശ്ശേരിയിൽ സുഹൃത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ജെയ്സി എബ്രഹാമിന്റെ മൊബൈൽ ഫോണുകൾ കണ്ടെത്തി. പ്രതി ഗിരീഷ് ബാബുവുമായി കാക്കനാട് നടത്തിയ തെളിവെടുപ്പിലാണ് ക്വാറിയിൽ നിന്ന് മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത്. 2 ഫോണുകളും സൈബർ സെല്ലിന് കൈമാറും. സൈഫുനിസ അലിയാർ നൽകും വിവരങ്ങൾ. സൈഫുനിസ, ഇന്നത്തെ തെളിവെടുപ്പ് ഏതായാലും നിർണായകമായി. ജെയ്സിയുടെ 2 മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. ഇനി ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഏത് രീതിയിലായിരിക്കും? വിനീത, ഈ കളമശ്ശേരി കൊലപാതകത്തിൽ ഏറ്റവും നിർണായകമായ തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച ഡമ്പൽ 5 കിലോ ഉള്ള ഡമ്പൽ കണ്ടെത്തിയിരുന്നു. ഈ ഡമ്പൽ ഉപയോഗിച്ചാണ് ജെയ്സിയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ഇന്നലെ ഇടുക്കി അടിമാലിയിലെ സ്വർണ്ണ പണയ വായ്പാ കേന്ദ്രത്തിലെത്തിച്ച് ഈ ജെയ്സിയുടെ സ്വർണം ഗിരീഷ് ബാബു പണയം വെച്ചത് പോലീസ് കണ്ടെടുത്തിരുന്നു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ തൊണ്ടി മുതൽ ശേഖരണമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. 2 മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെങ്ങോടുള്ള ക്വാറിയിലാണ് അന്ന് രാത്രി കൊലപാതകം നടന്ന നവംബർ 17-ന് രാത്രി ഗിരീഷ് ബാബു ഈ ക്വാറിയിലെത്തിയാണ് മൊബൈൽ ഫോണുകൾ എറിഞ്ഞത്. പ്രത്യേക സ്കൂബ ടീം എത്തിയാണ് ഇന്ന് രാവിലെ മുങ്ങിയെടുത്തത് ഈ 2 മൊബൈൽ ഫോണുകൾ സൈബർ സെല്ലിനെ കൈമാറും. ഇപ്പോൾ അല്പസമയം മുമ്പ് കളമശ്ശേരിയിൽ ഈ ഗിരീഷ് ബാബുവിന്റെ തെളിവെടുപ്പ് ഈ കൊലപാതകം നടന്ന അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അപ്പാർട്ട്മെന്റിലെ തെളിവെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും. 5 ദിവസമാണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ ഞായറാഴ്ച വരെ കസ്റ്റഡി ഉണ്ട്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായും ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണവും തെളിവെടുപ്പും എല്ലാം തന്നെ ഇന്നത്തോടുകൂടി പൂർത്തിയാകും. മറ്റ് പേപ്പർ വർക്കുകളായിരിക്കും അടുത്ത ദിവസങ്ങളിലെല്ലാം നടക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട കൊലപാതകം നടന്ന രീതിയും ഒപ്പം തന്നെ ഈ തെളിവുകളെല്ലാം നശിപ്പിച്ചതും ജെയ്സിയുടെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും എല്ലാം എവിടെയൊക്കെയാണ് ഉപേക്ഷിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഗിരീഷ് ബാബു കസ്റ്റഡിയിലായ ദിവസം തന്നെ പോലീസിന് വെളിപ്പെടുത്തിയിരുന്നു. ഇതനുസരിച്ചുള്ള അന്വേഷണമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നിരിക്കുന്നത്. സൈഫുനിസ അലിയാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.